ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റിങ് അടുത്തെത്തി. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ സാരിയൊക്കെ എനിക്ക് പ്രീപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. പ്രീപ്ലീറ്റ് ചെയ്തെടുത്ത് വെച്ച് ഞാൻ ഉടുത്താൽ മതിയല്ലോ, ആ സമയത്ത് തിരക്ക് പിടിക്കേണ്ടല്ലോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് ഡ്രസ്സും ചുൺ ഡ്രസ്സും എല്ലാവരുടെ ഡ്രസ്സും ഉണ്ട്, അതൊക്കെ ഒന്ന് തേച്ച് അയൺ ചെയ്ത് വെക്കുക. പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇനി വേഗം ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ഡ്രസ്സും ഈ ചുട്ടിൻ്റെ ഡ്രസ്സൊക്കെ നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ സൃഷ്ടി ബൊട്ടിക്കിൽ നിന്നാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കല്യാണം മുതലുള്ള നമ്മുടെ എല്ലാ വർക്കും ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവരുടെ വർക്കിൽ. അടിപൊളി വർക്കാണ്. എൻ്റെ റെഡ് സാരിയാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ഒന്നുമില്ല, കോമൺ ആണ്, പക്ഷെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചെടുത്തായിരുന്നു കേട്ടോ. ഈ ചുട്ടിൻ്റെ ഡ്രസ്സ് ഇതാ നല്ല ക്യൂട്ടായിട്ട് ബാക്കിലൊരു ബോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ക്രീം കളർ നല്ല ബോക്സ് പ്ലീറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്കേർട്ടുമാണ് കേട്ടോ വരുന്നത്. ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഞാൻ ആദ്യം അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെത് ഈ ചുട്ടിൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ബ്ലൗസസ് ഭയങ്കര സിമ്പിളായിട്ടോട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫുൾ സ്കാലപ്പ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഒരു കുറേ നാളായി സ്കാലപ്പ് ചെയ്തിട്ടുള്ളൊരു ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഈ ചുട്ടിൻ്റെ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടോ തേക്കുന്നത്. ഭയങ്കര പ്രഷർ എടുത്ത് തേച്ചിട്ടില്ലെങ്കിൽ ഇത് നിൽക്കുന്നില്ല കേട്ടോ. അത്ര കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഞാൻ എൻ്റെ ഡ്രസ്സ് ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതാകുമ്പോൾ നേരെ ചെന്ന് ഉടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ചെയ്യണത്. ശരിക്കും ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ചൊരു പെർഫെക്റ്റ് ആയിക്കോട്ടെ, ഈ ചുട്ടിനൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വൃത്തികേടാവണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. വേഗം പല്ലു പ്ലീറ്റ്സൊക്കെ എടുക്കുന്നുണ്ട്. എടുത്ത് വേഗം അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ബാക്കിയൊക്കെ എടുത്ത് ബോക്സ് ഫോൾഡ് ചെയ്ത് വെക്കണം. ഇത്രയും നേരം ചുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാനിത് തേച്ച് പകുതി ആവാനായപ്പോഴത്തേക്കും ചുട്ടി എണീറ്റിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒച്ചയൊന്നുമില്ലാണ്ട് പെട്ടെന്ന് പിന്നെയും ഉറക്കിയിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് ബോക്സ് പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നീറ്റായിട്ട് എങ്ങനെ ബോക്സ് പ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. എന്നിട്ട് ഓരോന്നും ചുളിവാവാത്ത രീതിയിൽ ഓരോ കവറുകളിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത്. ഓരോന്ന് റീചെക്ക് ചെയ്തിട്ടൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇതിന് വേണ്ട സാധനങ്ങളും അതുപോലുള്ള ബാക്കി അൽക്കുലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ ചുട്ടിന് മാറാനുള്ള ഡ്രസ്സുകൾ, എനിക്ക് മാറാനുള്ള ഡ്രസ്സുകൾ, അല്ലാതെ ചുട്ടിന് മാറാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, കുട്ടികളുള്ളവർക്ക് എത്ര ഡ്രസ്സും ഉണ്ടായാലും നമുക്ക് തികയില്ലല്ലോ. അപ്പോൾ അത് ചുമ്മാ സഹായിക്കുന്നുണ്ട് എന്നെ. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഡയപ്പർ, അതൊരുപാട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. പതിയെ ഇനി ഇതൊക്കെ ഒന്ന് നിർത്തി വരണം. ചുട്ടിപ്പോൾ 2.5 വയസ്സൊക്കെ ആയല്ലോ, അതിൻ്റെ ട്രെയിനിങ് ഒക്കെയാണ് ഞാൻ. എങ്ങനെയുണ്ട് ഞങ്ങളെ പാട്ട്? അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട്, വേറൊന്നുമല്ല, എന്നും അടിച്ചു വരുന്ന ചപ്പ് ഒരുപാടുണ്ടായിരുന്നു കത്തിക്കാൻ. അതേപോലെ നല്ലോണം മഴ മൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചപ്പ് ഇങ്ങനെ നനഞ്ഞിട്ട് ഇപ്പോൾ കത്തിക്കാനേ പറ്റില്ലുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് സാധനങ്ങളാണ് എടുത്തു വയ്ക്കുന്നത്. ഞാൻ കുറച്ച് വർഷം മുന്നേ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത്രയും പ്രോഡക്ട്സിനെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റായി. ഒരുപാട് സന്തോഷം. അത് നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബ്യൂട്ടീഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സമയത്ത് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ആയി പഠിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു ലുക്ക്. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.